ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുവാനും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി ലോകത്തോട് വിട പറയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇസ്രായിലെ 19-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. ആയത്ത് നമുക്കേറെ സുപരിചിതമാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു റമദാനിലെ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ്സ് നീട്ടി നൽകി. അത് ചെറിയ ഒരു കാര്യമല്ല. നമ്മോടുള്ള സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഭാഗമായി എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ജീവിതം ഒന്നുകൂടി ക്രമപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണം. ഇങ്ങനെ ഒന്ന് ജീവിച്ച് പോയാൽ പോരാ എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിനക്ക് തിരുത്തേണ്ടതുണ്ട്, കുറച്ചുകൂടി നന്നാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആയുസ്സിലെ ഒരു പക്ഷെ അവസാനത്തെ റമദാൻ ആയിക്കൂടാ എന്നൊന്നും പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും ശരി, അങ്ങനെ റമദാനിനെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും ഈ അവസരം പൂർണ്ണമായി നമ്മൾ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ആരോഗ്യത്തോടും ആഫിയത്തോടും കൂടി ഈ റമദാനിലെ മുഴുവൻ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുവാനും നമ്മൾ നിർവഹിച്ച മുഴുവൻ ആരാധന കർമ്മങ്ങളും കുറ്റമറ്റ രൂപത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിച്ച് അർഹമായി പ്രതിഫലം നൽകി അല്ലാഹു നമ്മെ ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന്റെ ഏത് അമലും പരലോകത്ത് സ്വീകരിച്ച് അതിന് നിശ്ചയിക്കപ്പെട്ട അർഹതപ്പെട്ട പ്രതിഫലം നൽകണമെങ്കിൽ അള്ളാഹു അടിസ്ഥാനപരമായി വച്ച ഒന്നാമത്തെ മാനദണ്ഡം സാങ്കേതികമായി നമ്മൾ നിയ്യത്ത് എന്നാണ് പറയുക. നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ട ഒരു വസ്തുവാണ്. നമ്മൾ നിർവഹിക്കുന്ന ആരാധന കർമ്മങ്ങളുടെ വലിപ്പമോ ചെറുപ്പമോ, അല്ലെങ്കിൽ നാം എടുക്കുന്ന അധ്വാനങ്ങളോ, നാം ചെലവഴിക്കുന്ന സമയമോ സമ്പത്തോ, അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന ത്യാഗമോ ഒന്നുമല്ല പ്രതിഫലം തരാൻ അല്ലാഹു സുബ്ഹാനഹു തആല വച്ചിരിക്കുന്ന മാനദണ്ഡം. നേരെ മറിച്ച് ഇവയൊക്കെ നിഷ്ഫലമായി പോകും എന്തില്ലെങ്കിൽ ഏത് സൽക്കർമ്മങ്ങളാകട്ടെ അല്ലാഹു സ്വീകരിക്കണം, പരിഗണിക്കണം, പ്രതിഫലം തരണമെങ്കിൽ അതിന് നമ്മൾ പറയും നെയ്യത്ത് വേണമെന്നുള്ളതാണ്. ഒരുപാട് വിശദീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും ചെറിയ ഒരു നിർവചനം, ആ അമല് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ച ഘടകം, ആ പ്രവൃത്തി ചെയ്യുമ്പോഴുള്ള മാനസികാവസ്ഥ, ഇതാണ് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ. ഈ ഒരു രണ്ട് ആശയത്തിൽ എന്തിന്റെ പേരിലാണ് നമ്മൾ ചെയ്തത്, എന്താണ് നമ്മെ പ്രേരിപ്പിച്ചത്, അത് നിർവഹിക്കുമ്പോഴുള്ള നമ്മുടെ മനസ്സിന്റെ അവസ്ഥ, ഇത് രണ്ടും പരിഗണിച്ചാണ് പ്രതിഫലം തരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാത്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് നിയ്യത്തുൽ മുഅ്മിൻ ഖൈറു മിൻ അമലിഹി. ഒരു വിശ്വാസിയുടെ അമലിനേക്കാളും മുന്നിട്ട് നിൽക്കുക അവന്റെ നെയ്യത്തായിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അമല് ചെയ്യണ്ട എന്ന അർത്ഥത്തിലല്ല, അമലിനേക്കാളും ഒരു പക്ഷേ പ്രതിഫലം അവന് ലഭിക്കുക അവന്റെ നെയ്യത്തിന്റെ പേരിലായിരിക്കും എന്നാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് ഖുർആൻ പറഞ്ഞല്ലോ, വമൻ അറാദൽ ആഖിറത, നിങ്ങൾ എന്ത് അമലും പരലോകത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പരലോകമായിരിക്കണം മുഖ്യ ലക്ഷ്യം. വസഅ ലഹാ സഅയഹ, ആ പരലോകം എന്ന ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏത് അധ്വാനവും ഫൗലായിക കാന സഅയും മഷ്കൂറ, അത് മാത്രമേ നിങ്ങൾ പരലോകത്ത് പ്രതീക്ഷിക്കാവൂ എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ഇത് ആമുഖമായി പറഞ്ഞെന്താണെന്നറിയോ, നമ്മുടെ ഒരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ തന്നെ നമ്മുടെയൊക്കെ എത്രയോ പ്രതിഫലം നേടാൻ കഴിയുമെന്നറിയാമോ. നമ്മുടെ നെയ്യത്ത് ഒരു തീരുമാനം ഉണ്ടായാൽ തന്നെ മതി. ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് ഇഹലോകത്ത് നേടാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു പദവി ഏതാ എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമുള്ളൂ, ഷഹാദത്ത് എന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുവുമായി ഏറ്റുമുട്ടി ജീവൻ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് രക്തസാക്ഷി ആകലാണ് ഇഹലോകത്ത് നമുക്ക് കൈവരിക്കാൻ പറ്റിയ, നേടാൻ പറ്റിയ ഏറ്റവും വലിയൊരു പദവി. ആ പദവിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സഅലല്ലാഹ ഷഹാദത്തൻ സ്വാദിഖൻ ഖൽബ്, സത്യസന്ധവും ആത്മാർത്ഥവുമായി അവൻ മനസ്സിൽ ആഗ്രഹിച്ചു, എന്ത്, അള്ളാഹുവേ നിന്റെ മാർഗത്തെ രക്തസാക്ഷിയാകാൻ എനിക്ക് ഒരു അവസരം തരണമെന്ന് സത്യസന്ധമായി അവൻ ആഗ്രഹിക്കും. ആ ആഗ്രഹം വെറുതെയല്ല, അവന്റെ മനസ്സിൽ സത്യസന്ധമായി അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ അത് വിനിയോഗിക്കും എന്ന രൂപത്തിൽ ആത്മാർത്ഥമായി പറഞ്ഞതാണ്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവനക്ക് രക്തസാക്ഷിയാകാൻ അവസരം കിട്ടിയില്ല എങ്കിൽ പോലും നിരാശപ്പെടേണ്ട. വല്ലഅല്ലാഹു മനാസില ശുഹദാഇ വലൗ മാത അലാ ഫിറാശിഹി, ആ മനുഷ്യൻ അവന്റെ ആത്മാർത്ഥമായ ആ ആഗ്രഹവുമായി വിരിപ്പിൽ കിടന്നാണ് മരിച്ചതെങ്കിൽ പോലും പരലോകത്തെ ശുഹദാക്കളുടെ പ്രതിഫലം നൽകി അല്ലാഹു ആദരിക്കുമെന്നാ പറഞ്ഞത്. എന്താ അയാൾ ചെയ്തത്? എത്ര വലിയ അധ്വാന രക്തസാക്ഷി ആകേണ്ടത്. ആ പദവിയിലേക്ക് ആ മനുഷ്യൻ സ്വർഗത്തിൽ എത്തിയത് എങ്ങനെയാണ്? ആ മനസ്സിൽ അയാളുടെ തീരുമാനം, അയാളുടെ ആഗ്രഹം സത്യസന്ധമായിരുന്നു, ആത്മാർത്ഥമായിരുന്നു. അപ്പൊ അള്ളാഹു അവിടെ പരിഗണിച്ചത് അയാളുടെ അമലിനെയാണോ? ഒരു നിലക്കുമല്ല. കാരണം അയാൾ അമല് ചെയ്തില്ല, കാരണം രക്തസാക്ഷി ആയില്ലല്ലോ. അള്ളാഹു അയാൾക്ക് പദവി കൊടുത്തത് ഒന്നാമത്തെ ഏറ്റവും മുഖ്യ ഘടകം അയാളുടെ സത്യസന്ധമായ ആത്മാർത്ഥമായ തീരുമാനത്തിനായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പദവികൾ നമ്മുടെ സത്യസന്ധവും ആത്മാർത്ഥവുമായ തീരുമാനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയും.
ഞാൻ എന്തിനാ ഇന്ന് റമദാനിൽ ഇത് ആമുഖമായി പറഞ്ഞതറിയുമോ? നമുക്ക് ഈ പരിശുദ്ധമായ റമദാനാണ്, ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്, രണ്ടാമത്തെ ദിവസവും കൂടിയാണ്. നിങ്ങൾ സത്യസന്ധമായി ആത്മാർത്ഥമായി ചില തീരുമാനങ്ങൾ എടുക്കണം. എന്താണ് ആ തീരുമാനം? ആ തീരുമാനത്തിന് പോലും നിങ്ങൾ അമല് ചെയ്തതിനേക്കാൾ കൂലിയാണെന്ന. അപ്പൊ അതിന്റെ അർത്ഥം അമല് ചെയ്യണ്ട, ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഇനി ഖുർആൻ തീരുമാനിക്കാന്നല്ല. നമ്മുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ പോലും അല്ലാഹ് അറിയും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ തീരുമാനം സത്യസന്ധമാണെങ്കിൽ, ഏതുപോലെ നമ്മുടെ വെള്ളിയാഴ്ചയാണ് ഒരു ഉദാഹരണമാണ്. പള്ളിയിൽ പല ആവശ്യക്കാരും സഹായത്തിനായി വരും. അപ്പോൾ ഒരു 100 രൂപ 500 രൂപ പോക്കറ്റിലിട്ട് വരാമെന്ന് നമ്മൾ രാവിലെ തന്നെ തീരുമാനിച്ചതാണ്. തിരക്ക് കൊണ്ട് പോന്നപ്പോൾ ആ പൈസ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പള്ളിയിൽ വരുമ്പോൾ ഒരു ആവശ്യക്കാരനെ കണ്ടപ്പോഴാണ് പടച്ചവനെ പറ്റിയില്ലല്ലോന്ന്. നിരാശപ്പെടണ്ട, നിങ്ങൾ കൊടുത്തതിനേക്കാൾ 100 ഇരട്ടിയായി നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു എന്നാ പറഞ്ഞത്. എന്താ കാരണം? നിങ്ങളത് വിചാരിച്ചിരുന്നു, അത് സത്യസന്ധമായിരുന്നു, ആത്മാർത്ഥമായിരുന്നു. നിങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവ് പോലും പറ്റിയതാണ്. നോക്കൂ, അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ ആയിരുന്നുവെങ്കിലോ നമുക്ക് ചിലപ്പോൾ കൊടുത്താൽ പോലും അങ്ങനെ കിട്ടില്ല. ഇത് കൊടുത്തിട്ടല്ലേ പോകാൻ പറ്റൂ എന്ന് വിചാരിച്ച് കൊടുത്തതിനേക്കാളും കൂലി കിട്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദൂസിയായി പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് എന്താണെന്നറിയോ? ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമലഹ. അല്ലാഹ് പറയാണ്, എന്റെ ഒരു അടിമ ഒരു നന്മ ചെയ്യാൻ അവൻ തീരുമാനമെടുത്തു, ഫലം യഅമലഹ, ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ കതബല്ലാഹു ബിഹസനത്തൻ കാമില, ആ തീരുമാനത്തിന് അല്ലാഹു പൂർണ്ണമായ ഒരു നന്മ അപ്പോൾ തന്നെ എഴുതുന്നതാണ്. അയാൾ തീരുമാനം എടുത്തിട്ടോളൂ, വിചാരിച്ചോളൂ ചെയ്യണമെന്നാണ്. പക്ഷെ അല്ലാഹു ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഒരു നന്മ എന്ന് എഴുതി വെച്ചു. ഫഇൻ അമിലഹ, തീരുമാനമെടുത്തു, അയാൾ അത് അവസരം ഉപയോഗപ്പെടുത്തി ചെയ്താലോ കതബല്ലാഹു ഇലാ 700 ളിഫിൻ, ഒരു നന്മ 700 നന്മ അല്ലാഹു എഴുതുന്ന. 700 നന്മ. അപ്പൊ അത് റമദാനിലാണെങ്കിലോ 700 കവിഞ്ഞു പോകുന്ന. അപ്പൊ ആ നന്മ ചെയ്താൽ തീരുമാനത്തിന് കൂലി, ചെയ്താൽ ഒരു കൂലി എന്നല്ല, 70 700 വരട്ടി റമദാനിൽ കണക്കില്ലാത്ത കൂലി എന്നാണ്. ബാക്കി പറയാൻ വൈദാ ഹമ്മ സയ്യിഅത്തൻ ഫലം യഅമൽഹ, അയാൾ സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം ഒരു തെറ്റ് ചെയ്യാൻ, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യാൻ മനസ്സിൽ അയാൾ തീരുമാനിച്ചു. പക്ഷെ അള്ളാഹു പറയാണ്, മലക്കൂടെ അത് എഴുതില്ലേ, തീരുമാനിച്ചിട്ടില്ലേ ഉള്ളൂ എന്ന്. ഫലം യഅമൽഹ, പക്ഷെ അയാൾ അത് ചെയ്തില്ല. അവിടെ ആ അവസരം കിട്ടിയപ്പോൾ വേണ്ടാന്ന് വിചാരിച്ച് പോന്നു. അപ്പൊ അല്ലാഹ് പറയാണ് ഫക്തുബൂഹ ഹസന, ആ വേണ്ടാന്ന് വെച്ചതിന് ഒരു നന്മാന്ന് എഴുതിക്കോ. നമുക്ക് തിന്മ വിചാരിച്ചതിന് അല്ലാഹ് എന്ത് ചെയ്തില്ല? അപ്പൊ തന്നെ എഴുതില്ല. അതിൽ തിന്മകൾ രേഖപ്പെടുത്തൂല അല്ല എന്നല്ലേ പറഞ്ഞർത്ഥം. അപ്പൊ തന്നെ എഴുതൂല. നമ്മുടെ മാനസികാവസ്ഥ അല്ലാഹ് പരിശോധിക്കും. പക്ഷെ അവൻ അങ്ങനെ ചിന്തിച്ചു, തീരുമാനം എടുത്തു, അവസരം കിട്ടി ആ തിന്മ ചെയ്താൽ ഫക്തുബൂഹ സയ്യിഅ, ഒരു തിന്മാന്ന് മാത്രം അല്ലാഹ് എഴുതി വെക്കും എന്നർത്ഥം. നോക്കൂ, അപ്പൊ നമ്മള് റമദാനല്ലേ, ഒരുപാട് നന്മകളെ കുറിച്ച് നമ്മൾ തീരുമാനമെടുക്കുക. അങ്ങനെ ചെയ്യാൻ പഠിച്ചവരെ, ഞാൻ സത്യസന്ധമായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. അങ്ങനെ ഒരു തീരുമാനം റമദാനിൽ എടുത്തില്ലെങ്കിൽ നമുക്കൊരു അവസരവും കൃത്യമായി പരലോകത്ത് കിട്ടില്ല എന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, പുണ്യപ്രവൃത്തികളൊക്കെ. അത് നമ്മളൊരു തീരുമാനമെടുത്ത് അല്ലാഹുവേ റമദാനല്ലേ ഇങ്ങനെയൊക്കെ കുറെയൊക്കെ ചെയ്യണമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ നെയ്യത്തിന്, തീരുമാനത്തിന് പ്രതിഫലം വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആദ്യത്തെ വെള്ളിയാഴ്ച ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ തീരുമാനം എടുത്തുകൊണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് പോകേണ്ട. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മറ്റൊന്ന്, റമദാൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന സംഗതി, അല്ലെങ്കിൽ വരേണ്ടത് എന്തായിരിക്കും? നമ്മളൊക്കെ നെഞ്ചോട് ചേർക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഏതാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. എന്താ ഈ ഖുർആൻ എന്നറിയാവോ? അതിന് വൈകാരികമായി പണ്ഡിതന്മാർ അവതരിപ്പിച്ചെന്നറിയാവോ? നീ എന്തേ ഖുർആൻ ഓതാത്തതെന്നാ. എന്താ കാരണം? എടോ മനുഷ്യ, നിന്റെ റബ്ബിന് നിന്നോട് കുറെ കാര്യങ്ങൾ രഹസ്യമായി പറയാനുണ്ട്, അത് നീ കേൾക്കുന്നില്ലെന്നാ. ശരിയാണ്, ഖുർആൻ നമ്മൾ ഓതുകയാണ്. ആ അള്ളാഹു നമ്മോട് പങ്കുവയ്ക്കുന്ന അള്ളാഹുവിന്റെ സംസാരമാണ്. ആ സംസാരത്തെ നമ്മൾ കാതോർക്കണ്ടേ? നമ്മുടെ റബ്ബ് നമ്മോട് പറയുന്ന രഹസ്യ ആ സംഭാഷണത്തിന് എന്തേ നീ സമയം കണ്ടെത്താത്തതെന്നാ. അതുകൊണ്ട് ഖുർആനുമായി ഒരു ആത്മബന്ധം പുലർത്തണം നമുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പരലോകത്ത് വരുമ്പോൾ നീയും ഖുർആനുമായി 2 നിലപാടുണ്ടാവുള്ളൂ.
ഏതിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അത് എന്താ? ഹുജ്ജത്തൻ ലക വ അലൈക. ഒന്നുകിൽ നിനക്ക് അനുകൂലമായി ഖുർആൻ സാക്ഷി പറയും, അല്ലെങ്കിൽ നിനക്കെതിരായി സാക്ഷി പറയും. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഖുർആൻ നമുക്ക് അനുകൂലമായി നമുക്കൊപ്പം നിൽക്കണോ, അതല്ല ഖുർആൻ നമുക്കെതിരെ നിന്നാലുള്ള അവസ്ഥ വെച്ച് നോക്കൂ. അതുകൊണ്ട് ഖുർആൻ നമുക്ക് അനുകൂലമായി നിൽക്കാൻ നമ്മൾ ഖുർആനിനെ നെഞ്ചോട് ചേർക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭംഗിയായി ഖുർആന്റെ പാരായണക്കാരെ വിശേഷിപ്പിച്ച ഒരു പദമുണ്ട്. എനിക്ക് ഈ അടുത്താണ് അതിന്റെ ആശയ ഗാംഭീര്യം മനസ്സിലായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണക്കാരെ കുറിച്ച് പറഞ്ഞത് സ്വാഹിബുൽ ഖുർആൻ എന്നാണ്, ഖുർആനിന്റെ കൂട്ടുകാരൻ എന്നാണ്. ഈ സ്വാഹിബിന് മലയാളത്തില് ശരിയായ ഒരു വൈകാരികമായ ആശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർക്ക് സാഹിബ് എന്ന ആ പദത്തിൽ നിന്നാണ് സഹാബി വന്നത്. എന്തിനാ നബിയുടെ അനുചരന്മാർക്ക് സഹാബി എന്ന് പേര് വരാൻ കാരണം റവാം, സഹാബിമാർക്ക് ഒരിക്കൽ പോലും നബിയെ കാണാതിരിക്കാൻ കഴിയില്ല എന്നാണ്. ഒരു നിമിഷം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത ഒരു നിമിഷത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തവരാണ്. പള്ളിയിൽ നിന്ന് വീട്ടിൽ പോയാൽ അവർ അസ്വസ്ഥതയായി ഓടി പള്ളിയിലേക്ക് വരുന്ന എന്തിനാ? റസൂലുള്ളാഹിനെ കാണാൻ, ആ പരിശുദ്ധമായ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ, പ്രവാചകൻ കൂടെ സഹവസിക്കാൻ. അതുകൊണ്ട് അവരുടെ ആ ആത്മബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കിയിട്ട് അല്ലാഹു കൊടുത്ത പേരാണ് അസ്ഹാബു റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികമാരെന്ന്. അതുകൊണ്ടാണ് പ്രവാചകന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത മദീനയിൽ ഞങ്ങൾക്ക് താമസിക്കേണ്ട വൈകാരികമായ ഓർമ്മകൾ ഞങ്ങളെ വേട്ടയാടും എന്ന് പറഞ്ഞുകൊണ്ട് മദീന വിട്ടുപോയവരാണ് സഹാബിമാർ. നോക്കൂ, അതേ പദമാണ് ഖുർആനിന്റെ കൂട്ടുകാരൻ, സന്ത സഹചാരി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു നിമിഷം പോലും ഖുർആൻ ഓതാത്ത ദിവസം നമുക്കുണ്ടാകരുത്. നമുക്ക് ഖുർആൻ ഓതിൽ മനസ്സിലൊരു അസ്വസ്ഥത തോന്നാറുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ എഴുന്നേറ്റ് 2-3 പത്രം വായിക്കണം, നമുക്ക് തൃപ്തിയാകുന്നില്ല. എന്നാൽ എത്രയോ ദിവസമായി ഖുർആന്റെ ഒരു പേര് ഓതിയിട്ട് അല്ലാഹ് നമ്മോട് പറയുന്ന സ്വകാര്യ സംഭാഷണമാണ്. അപ്പൊ നമുക്ക് എന്ത് ഫീൽ ചെയ്യാത്ത? അപ്പൊ നമ്മൾ സാഹിബ് ഖുർആൻ ആയില്ല എന്നല്ലേ അർത്ഥം? അത് പോരാ. ഈ റമദാനിലെങ്കിലും നമുക്ക് തുടക്കം കുറിക്കാൻ കഴിയണം. ഒരു ദിവസം പോലും ഖുർആന്റെ ഓതാത്തുണ്ടാകരുന്നർത്ഥം. ഇത് എന്തിനാ പറയുന്ന? വളരെ ഗൗരവപ്പെട്ട സംഗതിയുണ്ട്. പരലോകത്ത് വരുമ്പോൾ എല്ലാവരെയും അവരുടെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വരുമ്പോൾ അവരെ കൂടെ കൈപിടിച്ച് കൊണ്ടുപോകാൻ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് ഖുർആനായിരിക്കുന്ന സൂറത്തുൽ ഇസ്രായിൽ ഒരു ആയത്തുണ്ട്. ഓ യൗമ നദ്ഉ കുല്ലു ഉനാസിൻ ബിഇമാമിഹിം, എല്ലാ മനുഷ്യരുടെയും അവരുടെ ഇമാമിന്റെ പിന്നിൽ നാം അണിനിരത്തുന്ന, നേതാവിന്റെ പിന്നിൽ. അതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം, അത് പ്രവാചകന്മാരായിരിക്കും ഓരോ ഉമ്മത്തിന്റെയും ഇമാമ്, അവരുടെ പിന്നിലായിരിക്കും വിശ്വാസികൾ. പിന്നെ ഭൗതികമായി നേതാക്കന്മാരുടെ പുറകെ നടന്നവർ ആ നേതാക്കന്മാരുടെ പുറകെ പോകേണ്ടി വരും കേട്ടോ, ഇങ്ങോട്ട് പോരൂല. അതാണ് വേറെ വിഷയം. നേതാക്കന്മാർക്ക് വേണ്ടി ജയ് വിളിക്കുവാനും നടന്ന ആളുകൾ അവരോടൊപ്പം പോകേണ്ടി വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ നേതാവാരാണ്? ഒരു സംശയവുമില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിരിക്കും വിശ്വാസം അണിനിരക്കാം. പ്രവാചകന്റെ പിന്നിൽ ഖുർആനായിരിക്കുക, പ്രവാചകന്റെ പിന്നിൽ ആ ലൈനിൽ പിന്നീട് ഖുർആനായിരിക്കുക. ആ ഖുർആന്റെ പിന്നിലാണ് നമ്മൾ അണിനിരക്കേണ്ടത്. അത് ആരുണ്ടാവുള്ളൂ? ഈ സ്വാഹിബുൽ ഖുർആന്റെ ആളുകൾ മാത്രം ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പൊ നമുക്ക് ഖുർആനിന്റെ പിന്നിൽ അണിനിരക്കാൻ, ലൈൻ നിൽക്കാൻ ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്. നമുക്ക് ആ അണിയിൽ പെടാത്ത ആളുകൾ പിന്നെ എവിടെ പോയി നിൽക്കും? ആരെ നമ്മൾ ചേർക്കാം? അതുകൊണ്ട് നമുക്ക് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സന്ത സഹചാരിയായി നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. എന്താ? ആ സിയാമു വൽ ഖുർആന് ഇശ്ഫാനി, പരലോകത്ത് വരുമ്പോൾ വിശുദ്ധ റമദാനും പരിശുദ്ധ ഖുർആനും അതിന്റെ ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും എന്ന് പറഞ്ഞു. തീർന്നില്ല. എന്താണ്? യുഖാലു ലി സാഹിബുൽ ഖുർആൻ, ഇങ്ങനെ ഖുർആനുമായി ആത്മബന്ധം പുലർത്തിയവൻ പരലോകത്ത് വരുമ്പോൾ അവൻ സ്വർഗാവകാശിയാണല്ലോ. സ്വർഗത്തിൽ കയറാൻ നിൽക്കുമ്പോൾ മലക്ക് പറയും, കേറല്ലേ, നീ സ്വാഹിബുൽ ഖുർആനാണ്. അതുകൊണ്ട് എന്തുവാണ്? നീ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ഖുർആൻ ഓതിക്കൊണ്ട് ഇഖ്റഅ വർത്തഖി, നീ ഖുർആൻ ഓതിക്കൊണ്ടാണ് പ്രവേശിച്ചോ. എന്നിട്ട് നീ ഖുർആൻ ഓതി ഇങ്ങനെ നിനക്ക് ഓതുന്നതനുസരിച്ച് നിന്റെ പദവി ഇങ്ങനെ ഓതിക്കും, കയറിക്കും.
വറത്തിൽ കമാ അന്ത തുറത്തിൽ ഫിദ്ദുനിയ, യഹലോകത്ത് നീ എങ്ങനെയാണ് ഖുർആനുമായുള്ള ആത്മബന്ധം പുലർത്തി ഓതിയത്, അതുപോലെ സാവകാശം ഓതിയാ മതി. സാവകാശം മനസ്സിൽ തട്ടി ആശ ഉൾക്കൊണ്ട് നീ ഓദിക്കാം. എന്നിട്ട് ബാക്കി എന്തെന്നറിയോ, ഫഇന്ന മനസ്സിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നീ ഓതി ഓതി എവിടെയാണോ നീ നിർത്തുന്നത് അവിടെയായിരിക്കും നിന്റെ പദവി എന്ന ഇരിപ്പിടം എന്ന. നമുക്ക് ആലോചിച്ച് നോക്കൂ, ഇത് ആർക്കാ കഴിയാന്നറിയോ? ഖുർആൻ നിരന്തരമായി ഓതി ഓതി ശീലിച്ച ആളുകൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഖുർആൻ ഓതിക്കൊണ്ട് കയറി നമ്മൾ എവിടെ വെച്ച് നമ്മൾ ഓതി നിർത്തുന്നുവോ അവിടെ വരെ ആയിരിക്കും സ്വർഗത്തിൽ പോയി ഇരിക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാഭാഗ്യല്ലേ നമ്മൾ ഖുർആന്റെ ആളുകളാണെന്ന്. ആരെങ്കിലും ഖുർആനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപം പറയുമ്പോഴത്തേക്കും രക്തം തിളച്ചിട്ട് വൈകാരികമായി പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. ജീവിതത്തിൽ ഇല്ലാത്ത ഖുർആന്റെ മുമ്പിൽ ആരോട് പറയാനാണ്? ജീവിതത്തിൽ ഉണ്ടാകട്ടെ, നമ്മൾക്ക് ആത്മബന്ധം പുലർത്താൻ പറ്റണം. ഖുർആനിലെ 6 ആയത്തുകൾ നീക്കം ചെയ്യണമെന്ന് ഖുർആന്റെ ശത്രുക്കൾ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ തെരുവിലിറങ്ങിയില്ലേ? ഇറങ്ങണ്ടെന്നുള്ള ആരോഗ്യപരമായി ഏത് മാർഗവും സ്വീകരിക്കാം. പക്ഷെ ആ 6 ആയത്ത് ഏതാണെന്ന് അറിയണ്ടേ? എത്ര പേർക്കറിയാം? ഏതാണ് ഖുർആനിലാണ് 6 ആയത്തുണ്ട് നീക്കണമെന്ന് പറഞ്ഞതിൽ ഏത് 6 ആയത്ത് ഇന്ന് വരെ നോക്കിയിട്ടുണ്ടോ? അത് നോക്കണ്ടേ നമ്മളെ. അങ്ങനെ ആയത്തുണ്ടോ? എന്തായത്തിന് കുഴപ്പം? അങ്ങനെ ഒരു ആശയമുണ്ടോ? അങ്ങനെ തെറ്റിദ്ധരിച്ചവരാണ് തിരുത്തണ്ടേ. ഇത് നമ്മുടെ ബാധ്യതയല്ലേ. ഇത് തിരുത്താൻ വേറെ ആൾക്കാർ വരുമോ? ഇത് നമ്മുടെ പിന്നെ ആരോട് പറയും? എന്ത് സൗകര്യമാണ്. പണ്ടൊക്കെ ആളുകൾക്ക് ഖുർആൻ ഓതാൻ പള്ളിയിൽ പറഞ്ഞ ഖുർആൻ എടുക്കാൻ ഒരു വീടിൽ ഒരു ഖുർആനൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് അതല്ലല്ലോ. നമ്മുടെ കയ്യിൽ ആധുനിക സംവിധാന ഡിവൈസുകൾ ഇല്ലേ? എപ്പോഴാണ് ഫ്രീ അപ്പോൾ തോടാം, അടയാളം വയ്ക്കാം. വേണ്ട കാറിലാണോ കേൾക്കാൻ അവസരം, ആശയങ്ങൾ കേൾക്കാൻ എത്ര നല്ല അവസരം. അപ്പൊ നമ്മുടെ വിചാരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാക്കിയുള്ളത് പഠിച്ചോലെ അന്ന് പഠിക്കാൻ പറ്റിയ അവസരം ഇല്ലാന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടേക്കാൻ അറിയില്ല. പക്ഷെ നമുക്ക് എങ്ങനെ വിചാരണ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഗൗരവം കൊണ്ട് ഞാൻ പറയുന്നത്. പല ആളുകൾ റമദാൻ കഴിയുമ്പോഴേക്കും ഒരു വട്ടം പോലും ഓതാത്ത സാധുക്കളെ കാണുമ്പോൾ എന്താണ് അവരോട് മറുപടി പറയാ? എങ്ങനെ ഈദ് മുബാറക്ക് പോയി അവരോടൊക്കെ? ഹതഭാഗ്യൻ, നഷ്ടക്കാർ. ഖുർആൻ എന്താ പറഞ്ഞറിവോ? ഖുർആൻ ഈ ഖുർആനുമായുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞത് യർജൂന തിജാറത്തല്ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടം. നഷ്ടമേ ഇല്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഏത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ ബിസിനസ്സിൽ ലാഭം മാത്രമേ ഉള്ളൂ. ഭൗതിക ബിസിനസ് ലാഭം മാത്രമുള്ള ബിസിനസ് ഹറാമാ. ഇവിടെ അതല്ല, ഇത് ഹലാലായ ലാഭം മാത്രമുള്ള ബിസിനസ്. ഖുർആനുമായി ബന്ധപ്പെട്ട പഠിക്കല്, അതുമായി അതിന്റെ ആളുകളുമായി നടക്കല്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ഇത്ര ഗൗരവത്തോടു കൂടി പറഞ്ഞത് ഖുർആനുമായി ആത്മബന്ധം പുലർത്താൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. ഒരു അക്ഷരം വായിച്ചാൽ ഒരു നന്മ. ഖുർആനിലെ 10 അക്ഷരാണ് 10 നന്മ. അത് 70 700 റമദാൻ ഇരട്ടി. ഒരു പേജിൽ എത്ര അക്ഷരങ്ങളുണ്ട്? എത്ര അക്ഷരമുണ്ട്? അപ്പൊ ഒരു പേജ് വായിച്ചാൽ കിട്ടുന്ന കൂലി എത്ര? അപ്പൊ ഖുർആൻ മൊത്തം ഓതിയാൽ കിട്ടുന്ന കൂലി എങ്ങനെയാണ്? കൂലിക്ക് പ്രയാസമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഓതണം. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരന്മാർ തുടങ്ങാത്തവരുണ്ടെങ്കിൽ അള്ളാഹുവിനെ വിചാരിച്ചിട്ട് ഇന്ന് നിങ്ങൾ തുടങ്ങണം കേട്ടോ. ഓത്ത് തീരൂല. വളരെ സാവകാശോതി 2-3 ഹത്തം തീർക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് കഴിയുന്നവർ അതിനോട് മര്യാദ പാലിച്ചിട്ട് വേണം തീർക്കാൻ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഖുർആൻ എടുത്തിട്ട് നോക്കി പേജ് മറിക്കുന്ന അതിലൊന്നും പോകണം. ഒരു പ്രാവശ്യം സാവകാശം ഓതി നമ്മൾ തീർത്താൽ നമുക്ക് പരലോകത്തേക്ക് അത് മുതൽക്കൂട്ടാൻ തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മൾ സാഹിബുൽ ഖുർആനായി ഖുർആന്റെ പിന്നിൽ അണിനിരക്കാൻ സൗഭാഗ്യം കിട്ടുന്നവർ ആയി മാറും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രവുമല്ല, ഖുർആനുമായി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന, ബാക്കിയുള്ളവർ വിട്, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ഖുർആൻ പറഞ്ഞു. അത് ഖുർആനുണ്ടെന്ന. ഖുർആനാണ് സഹോദരന്മാര് പരിഹാരം. ഖുർആൻ മാത്രമാണ് ഏക പരിഹാരം. നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, മാനസികവും ശാരീരികവും സാമ്പത്തികവും വ്യക്തിപരമായി അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഖുർആൻ തരും. അതുകൊണ്ടാണ് ഖുർആനെ പരിചയപ്പെടുത്തില്ലേ, യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും. ജനങ്ങളെ, ഇത് റബ്ബിന്റെ സതുപദേശമാണ്. അത് മൗഇദത്താണ്. വശിഫാഉ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളെ ചികിത്സിക്കാൻ പറ്റിയ സിദ്ധ ഔഷധമാണ്. ഇന്ന് മനുഷ്യൻ അനുഭവപ്പെടുന്ന ഏറ്റവും വലുത് മാനസിക സംഘർഷങ്ങൾക്ക് പിരിമുറുക്കത്തിലെ ആളുകൾ. എന്താ പരിഹാരം? ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയിട്ട് ഉറക്ക ഗുളിക വാങ്ങി കഴിച്ചു ഉറങ്ങാനല്ല, അതൊന്നും പോകണ്ടെന്നല്ല. പക്ഷേ
നമ്മുടെ മനസ്സുകൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകും ഖുർആൻ. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അങ്ങനെ എന്തെങ്കിലും ആകുലതകളോ പ്രയാസങ്ങളോ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒഴിഞ്ഞിരുന്ന് ഖുർആൻ ഒന്ന് എടുത്ത് ഓത്. നിങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പേജിലെ ഒരു ആയത്തെങ്കിലും നിങ്ങൾക്ക് ആശ്വാസം തന്നിരിക്കും. അല്ലാഹ് പറയുന്നത് ശിഫാ ആണ്. അപ്പൊ അല്ലാഹ് പറഞ്ഞത് നമുക്ക് എന്താ ഉൾക്കൊള്ളാൻ കഴിയാത്ത? ശിഫാഉൻ ലിമാ സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരും, നിങ്ങളുടെ ഹൃദയങ്ങളെ ചികിത്സിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വഹുദൻ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, നിങ്ങളോടുള്ള കാരുണ്യമാണ്, നിങ്ങൾക്കുള്ള സന്മാർഗമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിൽ ഖുർആനുമായി ആത്മബന്ധം പുലർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നന്മകൾ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഒരു അവസരവും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. തീരുമാനങ്ങൾക്ക് പോലും പ്രതിഫലം രേഖപ്പെടുത്തുമെങ്കിൽ ചെയ്താലുള്ള പ്രതിഫലം എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തി പരലോകത്ത് അള്ളാഹുവിനെ കൺനിറയെ കണ്ടുമുട്ടാൻ തൗഫീഖ് കിട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. റമദാൻ മാസത്തിൽ നമുക്ക് പ്രത്യേകമായി നിർവഹിക്കാൻ പറഞ്ഞ ഒരു ഇബാദത്ത് നമ്മുടെ രാത്രി നമസ്കാരമാണ് തറാവീഹ്. പല പേരിലും പല സമയത്തും നിർവഹിക്കുന്നത് കൊണ്ട് പല പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളൂ. റമദാനിലല്ല അല്ലാത്തപ്പോഴുമുള്ള നമസ്കാരമാണ് ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരവും സംശയവുമില്ല. അതിന്റെ ശ്രേഷ്ഠതകൾ വേറെയാണ്. റമദാനിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജമാഅത്തായി നമസ്കരിക്കാൻ നബി മാതൃക കാണിച്ചു കൊടുത്തു. എന്നിട്ട് നബി 2 ദിവസം നിസ്കരിച്ച് 3-ാമത്തെ ദിവസം വന്നില്ല എന്നാണല്ലോ ഹദീസുകളിൽ കാണാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ഇദാ സ്വല്ല മഅൽ ഇമാമി ഹത്താ യൻസരിഫ ഹുസിബ ലഹു ഖിയാമുൽ ലൈൽ. ഒരാള് ഇമാമിനെ പിന്തുടർന്ന് അയാളൊപ്പം ആ നമസ്കാരം പൂർത്തിയായി നിർവഹിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം അള്ളാഹു അയാൾക്ക് രേഖപ്പെടുത്തുമെന്ന്. ഇത് ഞാൻ പറഞ്ഞറിവോ. അപ്പൊ നമുക്ക് പല ചിന്തകളും ഒക്കെ ഉണ്ടാവും, ശരി. പക്ഷെ റമദാനെ സംബന്ധിച്ചിടത്തോളം ഇത് രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം തരാമെന്ന് പറഞ്ഞത് കിട്ടൂന്ന് പറഞ്ഞവർക്ക് മാത്രമേ ഉള്ളൂ. ആർക്ക് മാത്രമേ ഉള്ളൂ? ഇമാമിനെ പിന്തുടർന്ന് ഇമാമിന്റെ കൂടെ നമസ്കാരം തുടങ്ങി പൂർത്തിയാക്കിയാൽ എന്ത് കിട്ടും? രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി കിട്ടി. പിന്നെ വേറെ ചിന്ത വേണ്ടെന്ന്. ഇവിടെ കിട്ടി, പ്രതിഫലം കിട്ടാനുള്ള ഈ അധ്വാനമൊക്കെ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആ പ്രതിഫലം കിട്ടി എന്നാണ്. അപ്പോൾ ആ പ്രതിഫലം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തരുത്. നമുക്ക് ചില കണക്കൂട്ടലും ചില തീരുമാനങ്ങളും ഒക്കെ ഉണ്ട് ആ വിഷയത്തിലൊക്കെ. രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ തീരുമാനം എടുത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പ്രതിഫലം വെറുതെ നഷ്ടപ്പെടുത്തരുത്. ഈ പ്രതിഫലം ഈ ഹദീസും ഇതിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ പ്രതിഫലത്തിന് അർഹരാകുക ഈ പറഞ്ഞ ആളുകൾ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ്. അപ്പൊ അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നർത്ഥം. അതോടൊപ്പം ഇനി വേറൊരു ഇരട്ടി മധുരം ഉണ്ട്. അതേതാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലൽ ഇശാഅ ജമാഅതൻ കന്നമാ നിസ്ഫുൽ ലൈൽ. ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി പകുതി നിസ്കരിച്ചതിന് കൂലിയാണ്. വമൻ സല്ല സുബ്ഹ ഫി ജമാഅത്തി ഫകന്നമാ സല്ലൽ ലൈല കുല്ലുഹു. ഒരാൾ സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയായി. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, എത്ര കൂലിപ്പായി? എത്ര ഇശാ ജമാഅത്തായി നിസ്കരിച്ചു നമുക്ക് കിട്ടി. അപ്പൊ എന്ത് അക്കൗണ്ടിൽ വന്നു? രാത്രി പകുതി നിസ്കരിച്ചതിന്റെ പ്രതിഫലമായി. ഈ പകുതിയല്ലേ ഉള്ളൂ. ഖിയാമുൽ തറാവിഹി ഇമാമോടുകൂടി നിസ്കരിച്ചു, അപ്പൊ മുഴുവൻ നിസ്കരിച്ച കൂലിയായി. സുബഹിക്ക് ജമാഅത്തായി നിസ്കരിച്ചു, അപ്പൊ അല്ലാഹ് പറയാണ് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയായി. 30 ദിവസമാണ്. ഇത് എങ്ങനെ നഷ്ടപ്പെടുത്താം? ഇത് നഷ്ടപ്പെടുത്തിയത് എങ്ങനെ അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കും? എനിക്കറിയില്ല, എന്തു പറയും? അപ്പൊ ഈ രണ്ട് എല്ലാ നിസ്കാരങ്ങൾക്കും ഉണ്ട്. ഇശായിന്റെ സുബൈന്റെ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. രാത്രി പകുതി നിസ്കരിച്ചതിന്റെ രാത്രി മുഴുവൻ നിസ്കരിച്ച. അപ്പൊ എത്ര രാത്രികളായിരിക്കും നമ്മുടെ അക്കൗണ്ടിലിട്ട് വരാം? ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സിൽ തീരുമാനം എടുക്കാം. ഇന്നു മുതൽ ഈ പറഞ്ഞത് എങ്കിലും ചുരുങ്ങിയത് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ പരമാവധി പരിശ്രമിക്കും. അള്ളാഹു നമ്മുടെ തീരുമാനത്തെ സത്യസന്ധമായി പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അവസരവും നഷ്ടപ്പെടുത്തരുത്. അധ്വാനിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അത്രയ്ക്കുള്ളൂ. അധ്വാനിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്നർത്ഥം. ഒന്ന് മനസ്സ് വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട.
അല്ലാഹു സുബ്ഹാനഹു വതആല റമദാനിന്റെ മുഴുവൻ നന്മകളും നേടിയെടുത്ത് പരലോകത്ത് റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സഹോദരന്മാരെ, നമുക്ക് ഇന്നത്തെ ദിവസത്തു കൂടി നമ്മുടെ റമദാൻ കിറ്റിന്റെ കളക്ഷൻ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച കൊടുത്തവരും കൊടുക്കാത്തവരൊക്കെ സാമ്പത്തികമായി അവർ അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഫണ്ടിലേക്ക് നൽകണം. നമ്മുടെ ഒരു വിഹിതം കൊണ്ട് ഒരു കുടുംബം നോമ്പ് തുറക്കുകയാണ്. അതിന്റെ പ്രതിഫലം, കൂലി ഒക്കെ എത്രയാണ് എന്ന് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്. നഷ്ടപ്പെടുത്തരുത്. വെറുതെ ചെറിയ ഒരു അധ്വാനം കൊണ്ട് പോലും നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നതാണ്. അറിഞ്ഞിട്ടും കേട്ടിട്ടും ചെയ്യാതിരുന്നാൽ ആ മനസ്സുകളെ കുറിച്ച് അല്ലാഹും അവരും ആകട്ടെ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. എല്ലാവരും സഹകരിക്കാം. കഴിഞ്ഞ ആഴ്ച പരമാവധി സഹകരിച്ചവരുണ്ട്. അത്യാവശ്യം നല്ല തുക നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആ നൽകിയ മുഴുവൻ ആളുകൾ നമ്മുടെ നന്മകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും കുടുംബത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റമദാനല്ലേ, അല്ലാഹു അവരുടെയൊക്കെ രോഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് നോക്കാൻ കഴിയാത്ത രോഗികളുണ്ട്. അവരുടെ സങ്കടം ആ സമയത്ത് വരുമ്പോൾ അറിയുള്ളൂ. നോമ്പ് എല്ലാവരും നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നൊരു സങ്കടം, അത് വലിയ സങ്കടമാണ്. ഈ പരിഹരിക്കാൻ കഴിയില്ല. അത് ഫിരിയ, അപ്പം 100 ഫിരിയ കൊടുത്താലും അത് പരിഹരിക്കപ്പെടില്ല എന്ന് അവർക്കറിയാം. അല്ലാഹു അത്തരം രോഗികൾക്ക് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം രോഗത്തിൽ നിന്ന് അല്ലാഹു നമ്മയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു പൂർണ്ണ മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന് അല്ലാഹു രക്ഷയും ആശ്വാസവും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന സൗഭാഗ്യവന്മാരിൽ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم احينا للكتاب والسنه ومتنا مع الايمان والتوبه. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين.